മലയാലപ്പുഴ മോഹൻ CPM-ന്റെ വലിയൊരു നേതാവാണ്. CI2-ന്റെ നേതാവുമാണ്. അദ്ദേഹം CI2 സംസ്ഥാന സമിതി അംഗമൊക്കെയാണ്. പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം പത്തനംതിട്ടയിലെ പ്രമുഖനായ നേതാവാണ്. മലയാലപ്പുഴ എന്ന് പറയുന്നത് പത്തനംതിട്ട പ്രദേശമാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം വളരെ ചേർന്ന് നിന്ന ഒരു CPM നേതാവാണ് ഈ മലയാലപ്പുഴ മോഹൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം എന്തു വന്നാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഏതൊക്കെ നിലപാടെടുത്താലും, കണ്ണൂർ ഘടകം എന്ത് നിലപാടെടുത്താലും അത് പ്രശ്നമില്ല എന്നും നവീൻ ബാബുവിനോടൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ചാഞ്ചാട്ടം വന്നിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിന്നാൽ പാർട്ടിയിൽ തനിക്ക് സ്ഥാനം കിട്ടുമോ, തൻ്റെ സ്ഥാനം നഷ്ടമാകുമോ എന്ന ഒരു ഭയം ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ഒരു സംഭവം, ഇന്നലെ രാവിലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല എന്നും അത് കൊലപാതകമാണെന്നും കെട്ടുതൂക്കി കൊന്നതാകാനാണ് സാധ്യതയെന്നും അത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ്, കേരളത്തിലെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മലയാലപ്പുഴ മോഹൻ രാവിലെ പറഞ്ഞത്, ഹൈക്കോടതിയിൽ സമീപിച്ചത് ശരിയാണ്, CBI അന്വേഷണം കൃത്യമായിട്ടും ആവശ്യമാണ് എന്ന് തന്നെയാണ്, കുടുംബത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ ഈ ജാമ്യ ഹർജി കോടതി എടുത്തപ്പോൾ അതുവരെ CPM ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. CPM നേതൃത്വം എന്ത് സംഭവിക്കും, കോടതി തള്ളുമോ അതോ സ്വീകരിക്കുമോ, തള്ളുന്നെങ്കിൽ നമ്മളൊന്നും മിണ്ടണ്ട, പറയണ്ട, അതോടെ അങ്ങ് പോകും. പക്ഷെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു അഭിപ്രായം പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വീകരിക്കുക മാത്രമല്ല, പോലീസിനോട് കേസ് ഡയറി കൊണ്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. സത്യവാങ്മൂലം, ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ സത്യവാങ്മൂലം കൊടുക്കണമെന്നും പറഞ്ഞു. വളരെ ഗുരുതരമായ പോലീസിനെ പിടിച്ചു നിർത്തിയ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതായത് കേസ് ഡയറി വേണം, ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ എല്ലാ വിവരങ്ങളും സത്യവാങ്മൂലം നൽകുകയും വേണം. അപ്പം പോലീസ് പെട്ടിരിക്കുകയാണ്. പക്ഷേ അതോടുകൂടി CPM നേതൃത്വത്തിന് ഹാലിളകി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ രംഗത്ത് വരികയും CBI ഈ കൂട്ടിലടിച്ച തത്തയാണ്, അതുകൊണ്ട് അതിനെ വിശ്വസിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇന്നും വിശ്വസിക്കില്ല, നാളെയും വിശ്വസിക്കില്ല, മറ്റന്നാളും വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല, അതുകൊണ്ട് ഈ CBI എന്നും പറഞ്ഞ് വലിയ താല്പര്യമൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് ശരിയല്ല, അതിനോട് യോജിക്കാൻ കഴിയില്ല, അതിനോടൊപ്പം നിൽക്കില്ല, അത് അനാവശ്യമാണ്, അതുകൊണ്ട് അത് ഹർജി പിൻവലിച്ച് മര്യാദയ്ക്ക് വീട്ടിൽ വന്നോളണം എന്ന ഒരു താക്കീതാണ് ME ഗോവിന്ദൻ ചെയ്തത്. അതോടുകൂടി നമ്മുടെ മലയാലപ്പുഴ മോഹനും ആകെ ഒന്ന് ചെറുതായിട്ടൊന്നും ട്വിസ്റ്റായി. അദ്ദേഹം വൈകുന്നേരം പറഞ്ഞത്, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടുള്ള അന്വേഷണം വേണം. അത് തന്നെയാണ് ഞാൻ മുമ്പ് തൊട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ നേരത്തെ പറയുന്നത് ഞാൻ അത് തന്നെയാണ്. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടത്തേണ്ടത്. CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രാധാന്യമൊന്നുമുള്ളതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മനസ്സിലായല്ലോ, പാർട്ടി സെക്രട്ടറി CBI അന്വേഷണത്തിനെ പരിപൂർണമായും തള്ളിക്കൊണ്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ മലയാലപ്പുഴ മോഹന്റെ ഉള്ളിലും പടച്ചിൽ വന്നു. ഇത് ഇനി ഈ CBI അന്വേഷണത്തിനെ താങ്ങിക്കൊണ്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ പാർട്ടിയിൽ തനിക്ക് ഇപ്പോൾ തന്നെ ഞാൻ കരടാണ്, ഇനി പാർട്ടിയിൽ ആകപ്പാടെ ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും, അതുകൊണ്ട് ഈ കുടുംബത്തോടൊപ്പം നിന്നതുകൊണ്ട് വലിയ നേട്ടമൊന്നും തനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ന്യായം കണ്ട പറഞ്ഞു. അതായത് CBI അന്വേഷണത്തിനെ എതിർത്തുകൊണ്ടല്ല പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത്, CBI എന്ന് പറയുന്നത് കൂട്ടിലടച്ച തത്തയാണെന്ന സുപ്രീം കോടതിയുടെ പഴയ പരാമർശത്തെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഈ മഞ്ജുഷ CBI അന്വേഷണത്തിന് പോയതിനെ എതിർക്കുകയല്ല പാർട്ടി സെക്രട്ടറി ചെയ്തത് എന്ന ന്യായീകരണം കൂടി മലയാലപ്പുഴ മോഹന് പറയേണ്ട അവസ്ഥയും വന്നു എന്നാണ് കാണുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഈ തുടക്കത്തിൽ CPM നേതാക്കൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കും, പക്ഷേ പോകെ
ഇവർ കുറേശ്ശെ പാർട്ടി നയത്തോട് ചേരും. കണ്ണൂർ പാർട്ടി നയത്തോട് ചേരും. കണ്ണൂർ പാർട്ടി സഖാക്കൾ എന്താണോ അതിനൊപ്പം തന്നെ ഇവർക്ക് ചേരാതിരുന്നാൽ ഇവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലാതാകും. പാർട്ടി ഇവർക്കെതിരെ നടപടിയെടുക്കും. അപ്പോൾ ഇവർ കുറേശ്ശെ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ചെറിയ അകൽച്ച തുടങ്ങും. ഇതൊക്കെ നമ്മൾ വളരെ നേരത്തെ പറഞ്ഞു. ഞങ്ങളുടെ പഴയ വീഡിയോ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അത് സംഭവിക്കുന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്.